ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 93. നമ്മൾ ഉത്തരാർജിതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ട് അതിലെ ഖണ്ഡം 7 നോക്കുന്നത്. അതിൽ അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. ദേവത അഗ്നിയാണ്. അഗ്നി എന്നത് ഊർജമായിട്ട് കാണണം. അപ്പം 296 എന്താണ് പറയുന്നത് നോക്കാം. ശക്തി തികഞ്ഞവരുടെ ബന്ധുത്വത്തോടെ, അപ്പം ശക്തി തികഞ്ഞവരുടെ ബന്ധുത്വത്തോടെ ജ്വാലകളാൽ വേർപ്പെടുന്ന അഗ്നിയുടെ നേർക്ക് ഋത്വിക്കുകളോട് പറയുകയാണ്, നിങ്ങളതിനെ പ്രാപ്തമാക്കുക. ശക്തി തികഞ്ഞവരുടെ ബന്ധുത്വത്തോടെ. ശക്തി തികഞ്ഞവരുടെ ബന്ധുത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് കർമ്മം ചെയ്യാൻ കഴിവുള്ളവർ, ശരിയായ കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ആക്റ്റീവായ ആൾക്കാരുടെ ബന്ധുവാണ് അഗ്നി. ആ അഗ്നി ഋത്വിക്കുകളോട് പറയുകയാണ്, ആ അഗ്നിയെ നമ്മൾ പ്രാപിക്കുക. അതായത് ഋത്വിക്കുകൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ കഴിവുള്ളവരാണ്. സയൻസ് പഠിച്ച് അതിനനുസരിച്ച് കർമ്മം ചെയ്യാൻ കഴിവുള്ളവരാണ് ഋത്വിക്കുകൾ. അവരോടാണ് പറയുന്നത്, അഗ്നി ആരാണ്? കർമ്മം ചെയ്യാൻ പ്രാപ്തമായിരിക്കുന്ന ആൾക്കാരുടെ ബന്ധുവാണ്. അതുകൊണ്ട് ആ അഗ്നിയെ ആ ഊർജത്തെ നിങ്ങൾ സ്വീകരിക്കുക. അതായത് യജ്ഞം ചെയ്യുന്നവർ ഊർജത്തെ ഉപയോഗിക്കണം. യജ്ഞം ഒന്നും ചെയ്യാത്തവർക്ക് ഊർജത്തിൻ്റെ ആവശ്യമില്ല, ചുമ്മാ കിടക്കുന്നവർക്ക്. അധ്വാനിക്കുന്നവന് ഊർജം കിട്ടണം, നല്ലോണം ഭക്ഷണം കഴിക്കണം. അതുപോലെ എന്തെങ്കിലും അധ്വാനിക്കാൻ കഴിവുള്ളവർ, അതിനുള്ള ശാസ്ത്രജ്ഞാനമുള്ള ഋത്വിക്കുകൾ യജ്ഞം ചെയ്യുകയാണെങ്കിൽ അവരാരെ ആശ്രയിക്കണം? ബന്ധുവായ അഗ്നിയെ ആശ്രയിക്കണം, ഊർജത്തെ ആശ്രയിക്കണം. കാരണം ഒരു യജ്ഞം ചെയ്യേണ്ടിക്ക് ഊർജം ആവശ്യമാണ്. ഇതാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ യജ്ഞം ചെയ്യുന്നവരുടെ ബന്ധുവാണ് അഗ്നി. ഇനി 297 അങ്ങനെ ഞങ്ങളുമായിട്ട് അഗ്നിബന്ധം സ്ഥാപിക്കുമ്പോൾ, അതായത് യജ്ഞം ചെയ്യുവാൻ, കർമ്മം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നവരോടൊത്ത് അഗ്നിബന്ധുത്വം സ്ഥാപിക്കുകയാണെങ്കിൽ, അതായത് അഗ്നിയുടെ സഹായത്താൽ യജ്ഞം ചെയ്യുന്നവർക്ക് അങ്ങ് എന്ത് ചെയ്യണം? ജ്ഞാനം ചൊരിഞ്ഞ് അറിവ് നൽകണം. നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യേണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ജ്ഞാനം വേണം. അപ്പം ജ്ഞാനം ചൊരിയും വേണം. ആ ജ്ഞാനത്തോടൊപ്പം നമ്മൾ എന്ത് നേടും? കീർത്തിയുള്ളവരായിത്തീരും. അപ്പം നമ്മൾ ആകണമെങ്കിൽ, നമുക്ക് കീർത്തി നേടണമെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ചെയ്യുന്നതിന് ജ്ഞാനവും നേടണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം. അപ്പോൾ അഗ്നിയെ ബന്ധുവായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യണം. ഇനി 298 ദേവന്മാരിൽ മാത്രമല്ല, മനുഷ്യരുടെ എല്ലാ സമ്പത്തുകളെയും പ്രാപിക്കുന്ന അഗ്നി ഞങ്ങൾക്ക് അന്നത്തോടൊപ്പം ലഭിക്കട്ടെ. അഗ്നി എങ്ങനെ ലഭിക്കണം? എല്ലാ സമ്പത്തുകളും നേടിത്തരുന്ന അഗ്നി. നമുക്ക് ധനം നേടിത്തരും അഗ്നി. നമ്മൾ എന്തെങ്കിലും യജ്ഞാലം ചെയ്താൽ, ഇപ്പം അഗ്നി ഉപയോഗിച്ച് കൊടുവാളുണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ നമുക്ക് ധനം നേടിത്തരും. അപ്പം ധനം നേടിത്തരുന്ന അഗ്നി ഞങ്ങൾക്ക് സമ്പത്ത് നേടിത്തരുന്ന അഗ്നി നമുക്ക് അന്നവും നേടിത്തരട്ടെ, ഭക്ഷണവും നേടിത്തരട്ടെ. ഭക്ഷണം ഉണ്ടാക്കണ്ടെങ്കിലും എന്ത് വേണം? അഗ്നി വേണം. എന്ത് ഭക്ഷണം ഉണ്ടാക്കി ഇന്ന് കഴിക്കണ്ടെങ്കിലും പച്ച തിന്നാൻ പറ്റില്ല. പച്ച മാങ്ങയെല്ലാം തിന്നായിരിക്കും. അല്ലാതെ പ്രധാന ഭക്ഷണമെല്ലാം അഗ്നിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ കഴിക്കണം. അപ്പം ഭക്ഷണം ഉണ്ടാക്കാനും അഗ്നി വേണം, സമ്പത്ത് നേടിത്തരാനും അഗ്നി വേണം. ഇനി 299 ഇവിടെ ദേവത അഗ്നി തന്നെയാണെങ്കിലും സോമത്തെ പറ്റിയും കൂടിയും പറയുന്നുണ്ട്. പ്രശംസനീയമായ
നമുക്ക് സന്തോഷം നൽകുന്ന, ദോഷം ചെയ്യാത്തതും സംസ്കരിച്ചതുമായ ഈ സോമം ഇന്ദ്രൻ പാനം ചെയ്യട്ടെ. അപ്പോൾ നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ അതിലുപയോഗിക്കുന്ന വസ്തുവാണ് സോമം. നമ്മൾ ചോറുണ്ടാക്കിയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന ഇൻപുട്ട് എന്തെല്ലാണ്? ഇൻപുട്ടാണ് സോമം. ഇൻപുട്ട് എന്തെല്ലാണ്? അരിയും വെള്ളമെല്ലാം. അപ്പോൾ എന്തുണ്ടാക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത്. ആ സോമം പ്രശംസനീയമാണ്. കാരണം നമ്മൾ കല്ലുപയോഗിക്കുന്നുണ്ടെങ്കിൽ വീടുണ്ടാക്കാൻ പറ്റും. എല്ലാ കല്ലിനെയും നമ്മൾ പ്രശംസിക്കുക ഇല്ല. നല്ല ഷേപ്പുള്ള കല്ലാണെങ്കിൽ, ഉറപ്പുള്ള കല്ലാണെങ്കിൽ നമ്മൾ വീടുണ്ടാക്കാൻ ഉപയോഗിക്കും. അത് പ്രശംസനീയമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് പ്രശംസനീയമാണ്, നമുക്ക് സന്തോഷം നൽകും. ആ കല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വീടെല്ലാം ഉണ്ടാക്കിയിട്ട് സന്തോഷം കിട്ടും. ദോഷം ചെയ്യാത്തത്, ദോഷം ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക ഇല്ല. കാരണം ഒരു ജനലുണ്ടാക്കിയിട്ട് ദ്രവിച്ചു പോകും പെട്ടെന്ന്, അങ്ങനത്തെ മരമൊന്നും നമ്മൾ എടുക്കില്ല. അപ്പം ദോഷം ചെയ്യാത്തതുമായി സംസ്കരിച്ചതുമായ സോമത്തെ ഇന്ദ്രൻ പാനം ചെയ്യട്ടെ. എന്താണ് ഇന്ദ്രൻ? നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ അത് നമ്മൾ ആ സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുന്നത്. ആ സിസ്റ്റത്തിൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യമായി വീഡിയോ കേൾക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ ചോറുണ്ടാക്കണ്ടെങ്കിൽ അരിയും വെള്ളവും പാത്രത്തിലിട്ടിട്ട് അഗ്നിക്ക് കൊടുക്കും. അപ്പം അഗ്നിയുടെ സഹായത്താൽ അതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അരി ചോറായി മാറുന്നുണ്ട്. ആ മാറ്റത്തിൽ ഒരു രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് അഗ്നി, ഇന്ദ്രൻ. അപ്പം നമ്മൾ ഒരു വീടുണ്ടാക്കുമ്പോൾ വീട്ടിന് വേണ്ട സാധനങ്ങളെല്ലാം മേസ്ത്രിക്ക് കൊടുത്തിട്ട് മേസ്ത്രിയാണ് നമുക്ക് വീടുണ്ടാക്കി തരുന്നത്. ആ മേസ്ത്രിയാണ് ഏകോപിപ്പിക്കുന്നത്, സൂപ്പർവൈസർ എന്നെല്ലാം പറയാം. അതുപോലെ തന്നെ ചോറുണ്ടാക്കുമ്പോൾ ആ പാത്രത്തിനകത്ത് ഒരു സൂപ്പർവൈസറുണ്ട്, ഒരു ശക്തിവിശേഷമുണ്ട്. അതാണ് ഇന്ദ്രൻ. അപ്പം നമ്മളെല്ലാം കൊടുക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ സന്തോഷിച്ച് കഴിക്കട്ടെ, സ്വീകരിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ സാധനങ്ങളെല്ലാം, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ഇന്ദ്രൻ്റെ സമീപത്തേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സിസ്റ്റത്തിൻ്റെ അകത്ത് അതിനെ മാറ്റം വരുത്തുന്ന, സിസ്റ്റത്തിൽ ചേഞ്ചസ് വരുത്തുന്ന ആ ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനാണ് നമ്മൾ ഇൻപുട്ടെല്ലാം കൊടുക്കുന്നത്. എങ്ങനത്തെ ഇൻപുട്ട്? ശുദ്ധീകരിച്ച, നമുക്ക് സന്തോഷം നൽകുന്ന, പ്രശംസനീയമായ ഇൻപുട്ട്. നല്ല അരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചോറ് കിട്ടും. ഇനി 300 ഹരി എന്ന അശ്വത്തിൻ്റെ രഥത്തിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന അല്ലയോ ഇന്ദ്ര എന്ന് പറയുകയാണ്. ഇന്ദ്രൻ ആ രഥത്തിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ഹരി എന്ന അശ്വത്തെ, ഹരി എന്നത് ഹരിക്കുക എന്ന അർത്ഥമെല്ലാം ഉണ്ട്. അതായത് ഇന്ദ്രൻ എന്താണ് ചെയ്യുന്നത്? ബലം ഉപയോഗിച്ച്, അശ്വം എന്ന് പറഞ്ഞാൽ ബലമാണ്. അശ്വത്തെ ബലമായിട്ടാണ് വേദത്തിൽ കാണേണ്ടത്. അതായത് കുതിരശക്തി, ഹോഴ്സ് പവർ എന്നെല്ലാം പറയും. അപ്പം ആ തരത്തിൽ വേണം അശ്വം എന്ന് പറയുമ്പോൾ കുതിരശക്തിയായിട്ട് എടുക്കണം. അപ്പം ഇന്ദ്രൻ കുതിരകളെ കെട്ടിയ രഥത്തിൽ വരികയാണ്. അതായത് ബലം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ വരുന്നത്. നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ അരിയെ ഇന്ദ്രൻ അതിൻ്റെ അകത്ത് ഹരിച്ച് ഗുണിച്ച് ഇടിച്ച് പൊളിച്ചിട്ടെല്ലാമാണ്, അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ടാണ് അരിയെ ചോറാക്കി മാറ്റുന്നത്. അപ്പം ഏതൊരു യജ്ഞത്തിലും അതിൻ്റെ അകത്ത് ഇടിക്കലും പൊടിക്കലും എല്ലാം നടക്കുന്നുണ്ട്. അതിന് ഇന്ദ്രന് കുതിരശക്തിയോട്, അതുകൊണ്ടാണ് കുതിരയെ കെട്ടിയ രഥത്തിൽ വരുന്ന ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രൻ ബലം ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. കൈമലെന്തുണ്ട്? ഇടിച്ചു പൊളിക്കാനുള്ള വജ്രായുധം എല്ലാം ഉണ്ട്, എന്ന് വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഇന്ദ്രനോട് പറയുകയാണ്, അങ്ങയേക്കാൾ ശക്തിമത്തായ വേറൊരു ശ്രേഷ്ഠനായ വേറൊരു രഥവുമില്ല,
അങ്ങയേക്കാൾ ശ്രേഷ്ഠമായ മറ്റാരും തന്നെ നമ്മുടെ മുമ്പിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഇല്ല. ഇന്ദ്രനാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോണ്ടെങ്കിലും അതിനെ പൂർത്തീകരിക്കുന്ന ശക്തിവിശേഷം, അതിനെ ഏകോപിപ്പിക്കുന്ന സിസ്റ്റത്തിലെ ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനെ പകരം വെക്കാൻ വേറൊരു രഥമോ അദ്ദേഹത്തിനെക്കാട്ടിയും ശ്രേഷ്ഠമായി വേറൊന്നോ ഇല്ല. അങ്ങനെ ഒരു അശ്വമോ രഥമോ അങ്ങേക്ക് പകരം നിൽക്കുന്ന വേറൊന്നും തന്നെ നമ്മുടെ മുൻപിൽ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഇന്ദ്രൻ്റെ ആ ശക്തിവിശേഷം മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മരുന്നുണ്ടാക്കിയാണെന്ന് വെച്ചാൽ പല പച്ചിലകളെല്ലാം ഇട്ടിട്ട് ഒരു മരുന്നുണ്ടാക്കിയാണ്, നമ്മൾ ഇതെല്ലാം മുറിച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങളെയെല്ലാം തന്മാത്രകളെയെല്ലാം പൊട്ടിച്ചിട്ട് ആറ്റങ്ങളെയെല്ലാം പ്രത്യേക തരത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കാട്ടി ശ്രേഷ്ഠമായ വേറൊരു ശക്തിവിശേഷം ഈ ലോകത്തിൽ ഇല്ല എന്ന് പറയുകയാണ്. ഇനി 301. ആ ഇന്ദ്രന് വേണ്ടിയാണ് ഋത്തിക്കുകൾ നമ്മുടെ സാധനങ്ങളെല്ലാം കൊടുക്കേണ്ടത്. ഒരു വീടുണ്ടാക്കുമ്പോൾ മേസ്ത്രിയാണ് ഏകോപിപ്പിക്കുന്നത്, മേസ്ത്രിക്കാണ് എല്ലാ സാധനവും കൊടുക്കുന്നത്. അതുപോലെ ഒരു യജ്ഞം നടക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ ഇന്ദ്രനാണ് നമ്മൾ സാധനങ്ങൾ അർപ്പിക്കേണ്ടത്. എന്നിട്ട് ഋത്തിക്കുകളോട് പറയാണ്, ഇന്ദ്രന് വേണ്ടി നിങ്ങൾ ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ ആലപിക്കുക. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ. വേദത്തിൽ സയൻസാണുള്ളത്. നമ്മൾ സയൻസ് തത്വം ഉപയോഗിച്ച് വേണം ഇന്ദ്രന് സാധനങ്ങൾ അർപ്പിക്കുവാൻ. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ അതിനെ നമുക്ക് വേണ്ടി മാറ്റിത്തരികയുള്ളൂ. ഒരു ചോറ് വെക്കുമ്പോൾ അവിടെ ഒരു സയൻസ് ഉണ്ട്. വെള്ളത്തിൽ അരിയിട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഘടനയിൽ മാറ്റം വന്നിട്ട് നല്ലൊരു ചോറായി മാറും. ആ തത്വപ്രകാരം നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബലമാകുന്ന ഇന്ദ്രൻ അതിനെ ചോറാക്കും. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിലോ ഒരു പെട്രോളിൻ്റെ അകത്ത് നമ്മൾ അരി ഇട്ടിട്ട് ചൂടാക്കി കൊടുത്താലോ ഇന്ദ്രൻ ചോറൊന്നും ആക്കില്ല. അതുകൊണ്ട് വേദമന്ത്രങ്ങൾ ആലപിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇന്ദ്രനെ സമീപിക്കാൻ. സംസ്കരിച്ചെടുത്ത മതകാരിയായ സോമം ഇന്ദ്രന് സന്തോഷം നൽകട്ടെ. അപ്പം ഇന്ദ്രന് കൊടുക്കുന്ന ഈ വസ്തു സന്തോഷിച്ചാലേ ഇന്ദ്രൻ അത് നമുക്ക് നല്ല ചോറാക്കി മാറ്റി തരികയുള്ളൂ. നമ്മളിപ്പോൾ ഒരു മേസ്ത്രിക്ക് ആവശ്യമുള്ള എല്ലാ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമുക്ക് ഇഷ്ടപ്പെട്ട വീടുണ്ടാക്കി തരും. എല്ലാ സാധനം 1000 കല്ല് കൊടുക്കുന്നതിന് വേണ്ട 30 കല്ലും കൊടുത്തിട്ട് വീടുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മേസ്ത്രി ഉണ്ടാക്കില്ല, എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് പോകും. അതുപോലെ ഇന്ദ്രനും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ സന്തോഷമാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഇന്ദ്രനെ നമ്മൾ എന്ത് വേണം, നമസ്കരിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന ആ സിസ്റ്റത്തിലുള്ള ശക്തി വിശേഷത്തെ നമ്മൾ നമിക്കുക. ഇനി 302. ഈ ഇന്ദ്രൻ ബലം തികഞ്ഞവനാണ്. ഇന്ദ്രന് നല്ല ബലമുണ്ട്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും അതിനെ നമുക്ക് വേണ്ട വസ്തുവായി തരും. അതിന് കൊടുക്കേണ്ട സാധനം ശുദ്ധമായിട്ട് കൊടുക്കണം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. അപ്പം ഇന്ദ്രൻ ബലവാനാണ്, ബലം തികഞ്ഞവനാണ്, അനുഗ്രഹം ചൊരിയുന്നവനുമാണ്. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും തരും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാക്കി തരും. നമ്മൾ പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അവിടെ വെച്ചു കൊടുത്താൽ മതി. ഇന്ദ്രൻ അതിനെ പിറ്റേന്നാക്കുമ്പോഴേക്ക് അതിന് തൈരോ എല്ലാം ആക്കിത്തരും. നമ്മളാണ് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ചെയ്യുന്നതല്ല, അതിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ അപ്പോൾ ഏകോപിപ്പിക്കാൻ ഒരാൾ വേണ്ടേ, ആ ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം നമുക്ക് അനുഗ്രഹം ചൊരിയുന്നവനും ഇന്ദ്രൻ എൻ്റെ ഹവിസ് സ്വീകരിക്കട്ടെ, ഞാൻ കൊടുത്തത് സ്വീകരിക്കട്ടെ. ഞാൻ പാത്രത്തിൽ പാലും വെച്ച് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഇന്ദ്രന് കൊടുക്കുകയാണ്. രാവിലെ എണീച്ച് വരുമ്പോഴേക്ക് ഇന്ദ്രൻ അതിനെ ആ പാലിനെ തൈരാക്കി തരും.
അതിൻ്റെ അകത്തുള്ള ഒരു ശക്തി വിശേഷമാണ് തൈരാക്കുന്നത്, അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് അതിനെ തൈരാക്കുന്നില്ല. അപ്പോൾ ആനന്ദത്തിനായി ആഗ്രഹിക്കുന്ന ഹേ ഇന്ദ്ര, അങ്ങ് പിഴിഞ്ഞെടുത്ത സോമത്തിന്റെ മധുരം ഉൾക്കുക. നമ്മൾ നല്ല സാധനം കിട്ടാൻ വേണ്ടിയിട്ട് മധുരമുള്ള സോമം ഇന്ദ്രന് ആനന്ദം നൽകുന്ന തരത്തിൽ കൊടുക്കണം, ഇന്ദ്രന് തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, പാലിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ തൃപ്തിപ്പെടണം. എങ്ങനത്തെ പാത്രത്തിൽ? നല്ല പാത്രത്തിൽ പാലെടുക്കണം, നല്ല പാലും ആയിരിക്കണം. എന്നിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള തൈരും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ തൃപ്തിയാകുകയാണെങ്കിൽ നല്ല തൈര് നമുക്ക് കിട്ടും. അല്ലാതെ വൃത്തികെട്ട വല്ല പാത്രത്തിൽ, അഴുക്ക് പിടിച്ച പാത്രത്തിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് തൃപ്തിയാവില്ല. അത് തൈരാക്കി തരുകയെല്ലാം ചെയ്യുമെങ്കിൽ അത് പിന്നെ ചിലപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇന്ദ്രൻ സന്തോഷിക്കണം. ഇനി 303 സംസ്കരിച്ചെടുത്ത സോമം. അപ്പം നമ്മളെപ്പോഴും സംസ്കരിച്ച സോമമാണ് വേണ്ടത്. ഇപ്പം പാല് തൈരാക്കാൻ ഇന്ദ്രന് കൊടുക്കുകയാണെങ്കിൽ ആ പാല് നല്ല ശുദ്ധമായ പാലായിരിക്കണം, അല്ലാതെ പഴയ കേടായ പാലെല്ലാം എടുത്തു കൊടുത്തു കഴിഞ്ഞാലോ അത് പാടില്ല. നല്ല സംസ്കരിച്ച പാല് എന്ന് പറഞ്ഞാൽ നല്ല പാത്രത്തിൽ തന്നെ വെച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ രസം ഉൾക്കൊണ്ട് ഇന്ദ്രൻ നീ സന്തോഷവാനായാലും, അപ്പം പാലാണ് നമ്മൾ ഇന്ദ്രന് കൊടുക്കുന്നത്. നമുക്ക് തരുന്നത് തൈരാണ്. നല്ല പാല് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രന് നല്ല സന്തോഷമാണ്. അപ്പം നല്ല തൈര് നമുക്ക് തരും. നല്ല പാലല്ലെങ്കിൽ കിട്ടുന്ന തൈരിനും ഗുണം കുറവ് ആയിരിക്കും. അപ്പം സന്തോഷവാനായാലും അങ്ങ്. അപ്പം ആദ്യം ഇന്ദ്രൻ സന്തോഷം ഉണ്ടാകണം. ഇന്ദ്രന് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പാല് കൊടുത്താൽ നല്ല പാത്രത്തിൽ വെച്ച് ശുദ്ധമായ പാത്രത്തിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ സന്തോഷമാകും. അത് സന്തോഷം നൽകുകയും ചെയ്യും. ആ കൊടുക്കുന്ന സോമം അങ്ങ് സ്വീകരിച്ചിട്ട് അങ്ങ് സന്തോഷവാനായി തീരുകയും ചെയ്യും, നമുക്ക് സന്തോഷം നൽകുകയും ചെയ്യും. നമുക്കെങ്ങനെയാണ് സന്തോഷം കിട്ടുക? പിറ്റേന്ന് ചെല്ലുമ്പോൾ നല്ല തൈരാക്കിയിട്ട് ഇന്ദ്രൻ മാറ്റിയിരിക്കും. അങ്ങയുടെ ഉദരത്തെ സ്വർഗതുല്യമാക്കുക. ഈ കൊടുക്കുന്ന പാൽ ഇന്ദ്രനാണ് കുടിക്കുന്നത്. അപ്പൊ ഇന്ദ്രന്റെ വയറ് നല്ല സ്വർഗതുല്യമായിട്ട് നല്ല ആനന്ദമുണ്ടാകും ഇന്ദ്രന്. നമ്മൾ നല്ല പാത്രത്തിൽ പാല് വെച്ച് ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അത് കുടിച്ചിട്ട് നല്ല വയറും വീർപ്പിച്ചിട്ട് നല്ല സുഖത്തിലിരിക്കും. പിറ്റേന്ന് നമുക്ക് ആ പാത്രത്തിൽ തിരികെ തൈര് തരും. പാല് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് തൈര് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ മോര് ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം പിറ്റേന്നാകുമ്പോഴേക്ക് അതത് കുടിച്ചിട്ട് സിസ്റ്റം അത് അബ്സോർബ് ചെയ്തിട്ട് നമുക്കെന്ത് തരും? നല്ല തൈര് തരും. ഇനി 304 പോരാട്ടങ്ങളെ ധൈര്യസമേതം നേരിടുന്ന ഇന്ദ്രൻ മിത്രത്തെ പോലെ നമ്മുടെ മിത്രം എന്ന നിലക്ക് ആ ശത്രുവിനെ എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പം പാല് തൈരാകുമ്പോൾ അവിടെയും ഒരു ശത്രു ഉണ്ട്. എന്താണ് ശത്രു? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതിൽ സത്വരജോ തമോ ഗുണപ്രകാരം ഒരു വസ്തുവിന് അതായിട്ട് തന്നെ നിൽക്കുന്നതിനാണ് താല്പര്യം. പാലിന് പാലായിട്ട് നിൽക്കാനാണ് താല്പര്യം. പക്ഷേ ആ പാലിനെ തൈരാക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിച്ചിട്ട് ആ പാലിൻ്റെ അകത്തുള്ള ഘടന തന്നെ മാറ്റണം. അത് പാലല്ലാതാക്കി തീർക്കണം. അപ്പോൾ ആ എതിർപ്പിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഒരു എതിർപ്പും ഉണ്ട്. അപ്പം പാല് തൈരാകുമ്പോൾ ഘടനയിൽ മാറ്റം വരുത്തി പാല് തൈരാക്കുമ്പോൾ പാലിൽ ഒരു ശക്തി അതിനെ എതിർക്കുന്നുണ്ട്. അതാണ് റിയാക്ഷൻ, അതാണ് ശത്രു. ആ ശത്രുതയെ നശിപ്പിച്ചിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്? പാലിനെ തൈരാക്കി മാറ്റുന്നത്. അവിടെ ശത്രുവിൻ്റെ പേര് പറയാണ് ബലനെന്ന ദാനവനെയും ഇല്ലാതാക്കി എന്ന് പറയാണ്. പലതരം ശത്രുക്കളുണ്ട്. ഓരോ കാര്യത്തിലും പലതരത്തിലുള്ള എന്തെങ്കിലും ഒരു
പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശത്രുത പലതരത്തിലാണ്. അവിടെ പല പല പേരിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ സോമത്തിൽ നിന്ന് സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങ് പല ശത്രുക്കളെയും ഇല്ലാതാക്കി സംഹരിച്ച് നമ്മളെ സഹായിച്ചു എന്ന് പറയുകയാണ്. അതായത് ഏത് യജ്ഞം ചെയ്യുമ്പോഴും ആ സിസ്റ്റത്തിൽ, ഇപ്പം അരി ചോറാക്കുകയാണെങ്കിൽ അരിക്ക് അരിയായി നിൽക്കാനാണ് താല്പര്യം. പക്ഷെ അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തി ചോറാക്കുമ്പോൾ അതിന് ശ്രമിക്കുന്ന ശക്തിയാണ് ആക്ഷൻ. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷനാണ് ശത്രുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഇന്ദ്രനാണ് അതിനെ ചോറാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോഴുള്ള ശത്രുതയെ അഗ്നിയുടെ സഹായത്താൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഇല്ലാതാക്കും. അപ്പോൾ ഇന്ദ്രൻ ഇവിടെ ദാനവരെയെല്ലാം ഇല്ലാതാക്കി എന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്ത അധ്യായം തുടങ്ങിയാണ്, 6ാമത്തെ അധ്യായം. അത് അടുത്ത ക്ലാസ്സിൽ.